ബാങ്കുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ രാത്രി സമയത്ത് കവർച്ച നടക്കുന്നതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള വാർത്തയാണ്. പക്ഷേ കർണാടകയിൽ അല്പം വ്യത്യസ്തമാണ് കാര്യങ്ങൾ. പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയും വാഹനയാത്രക്കാരെ ആക്രമിച്ചുള്ള കവർച്ചയും ഒക്കെ തുടർക്കഥയാവുന്നത് വലിയ ആശങ്കയാവുകയാണ്. വൻ കവർച്ചാ സംഘങ്ങൾ കർണാടകയിൽ തമ്പടിച്ചിരിക്കുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ബാങ്ക് കവർച്ചാ കേസിലെ പ്രതികൾ തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ചതോടെ പ്രതികൾ പോലീസിനെ വെടിവെച്ചു എന്ന വാർത്തയും പുറത്തുവരികയാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, അതിർത്തിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള വലിയ കവർച്ചാ സംഘങ്ങളുണ്ട്. പകൽ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇവർക്ക് ധൈര്യം വരുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ ദിവസങ്ങളിൽ കൊള്ളയും കൊലപാതകവും ഈ വാഹനങ്ങൾ തട്ടിക്കൊണ്ടുപോകലും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മൈസൂരുവിൽ മലയാളിയായ വ്യവസായി സൂഫിയെ ഇദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുകയും 1.5 ലക്ഷം രൂപ കവർച്ച ചെയ്യും. ഈ വാഹനം ഇവർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെയാണ് ഈ കോട്ടയക്കാർ, അതായത് ഇതെല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത് അതിർത്തി പ്രദേശങ്ങളിൽ എന്നത് ശ്രീജ സൂചിപ്പിച്ചത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഉള്ളാളിലാണ് പട്ടാപ്പകൽ ഇത്തരത്തിൽ 4 കോടി രൂപ തോക്ക് ചൂണ്ടി 6 അംഗ സംഘം കവർച്ച ചെയ്തത്. ഈ കേസിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പ്രതിയെയാണ് ഇന്നലെ തെളിവെടുപ്പിന് എത്തിക്കുന്നതിനിടെ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് ഇയാളെ വെടിവെക്കുന്നു. ഏതായാലും ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു സംഭവം നടന്ന് ATM-ലേക്ക് പണം നിറക്കാൻ കൊണ്ടുവന്ന ബീദറിലാണ്, ബംഗളൂരിന് അടുത്ത് ബീദർ എന്ന സ്ഥലത്താണ്. അതിൽ 2 സുരക്ഷാ ജീവനെ വെടിവെച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം ഇവർ 94 ലക്ഷം രൂപയുമായി കടന്നു കളിയായിരുന്നു. ഏതായാലും ഈ സംഘത്തെയും ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ച സോഫിയെ ആക്രമിച്ച സംഭവത്തിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ കർണാടകയിൽ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തോക്ക് ചൂണ്ടി പട്ടാപ്പകൽ ഇത്തരത്തിൽ കവർച്ച നടത്തുക, ബാങ്കിനകത്ത് കയറി ജീവനക്കാരെയൊക്കെ ഇത്തരത്തിൽ ബന്ദികളാക്കി പണവുമായി രക്ഷപ്പെടുക, ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ബീദറിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് സ്വദേശി മഹേഷും കൂട്ടാളിയുമാണ് ഈ കൊലപാതകവും ഈ കവർച്ചയും നടത്തിയെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇയാൾ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇയാൾക്കെതിരെ ഛത്തീസ്ഗഡിൽ തന്നെ ഒരു 94 ലക്ഷം രൂപ ബാങ്ക് കവർച്ച നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇയാൾ ഹൈദരാബാദിലെത്തിയ ഇയാൾ ഒരു ട്രാവൽ ഏജൻസിയിലും ഇത്തരത്തിൽ വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തോക്കുമായി ഈ കർണാടകയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സംഘങ്ങൾ എത്തിയിട്ടുണ്ടെന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയുണ്ട്. ഏതായാലും ഇന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ, ക്രമസമാധാന നില സംബന്ധിച്ച് പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു യോഗം ഇന്ന് അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സംഭവങ്ങൾ കൂടുതൽ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘങ്ങൾ എത്തി തമ്പടിച്ചിരിക്കുന്നു എന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയുണ്ട്. എന്തായാലും ഈ ബാങ്കുകൾ ലക്ഷ്യമിട്ട് വലിയ തുക, കോടികൾ ഉള്ള ഒരു ഇത്തരത്തിലുള്ള കവർച്ചകളാണ് ഇവരൊക്കെ പദ്ധതിയിടുന്നതും നടപ്പിലാക്കുന്നതും. പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉള്ളത് ആഭ്യന്തര വകുപ്പിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഉള്ളാൾ ബാങ്കിലെ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ പകുതി മുതൽ, അതായത് 4 കോടി രൂപയാണ് ഈ ബാങ്കിൽ നിന്നും കവർച്ച ചെയ്ത സാഹചര്യം ഉണ്ടായത്. അതിൽ പകുതി മുതൽ ഈ ബാങ്കിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും പണവും ഇവർ കവർച്ച ചെയ്തിരുന്നു. അതിൽ പകുതി മുതൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് പണങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പിനിടെയാണ് ഇപ്പോൾ പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുക. അതായത് ഒരു ബിയർ കുപ്പിയെടുത്ത് ഈ പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. എന്തായാലും കോടതിയിൽ റിമാൻഡ് ചെയ്ത ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുപ്പ് നടത്താനുമായി വാങ്ങിയ സമയത്തായിരുന്നു ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാളിപ്പോൾ മംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും സൂഫി മൈസൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വ്യവസായിയാണ്. അയാൾ ബാംഗ്ലൂരിൽ വ്യവസായം നടത്തുന്ന ആളാണ്. നിത്യവും ഈ ദേശീയപാതയിലൂടെ, നമുക്കറിയാം ബാംഗ്ലൂർ മൈസൂർ പുതിയ ദേശീയപാത എക്സ്പ്രസ് വേ, ആ വഴി സഞ്ചരിക്കുമ്പോഴാണ് വലിയൊരു സംഘം 6 അംഗ സംഘം വന്ന് വാഹനം തടയുകയും വാഹനത്തിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്യുകയും പിന്നീട് ഈ വാഹനവും എടുത്ത് ഈ സംഘം രക്ഷപ്പെടുകയുമായിരുന്നു. ഈ സംഭവത്തിൽ ഒന്നും തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കർണാടകയിൽ വലിയ തോതിൽ ആശങ്ക ഉയർത്തി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പട്ടാപ്പകൽ തന്നെ വലിയ തോതിലുള്ള കൊള്ള നടക്കുന്നു, അതുപോലെ തന്നെ കൊലപാതകം നടക്കുന്നു. 2 സുരക്ഷാ
ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം 94 ലക്ഷം രൂപ ATM-ൽ SBIയുടെ ATM-ൽ നടക്കാൻ കൊണ്ടുവന്ന പണമാണ് ബീദറിൽ കൊണ്ടുപോയത്. ആ കേസിൽ ഒരു പ്രതിയെ, ഈ രണ്ട് മോട്ടോർ ബൈക്കിലാണ് ഈ രണ്ടുപേർ എത്തിയത്. ആ പ്രതികളൊന്നും തന്നെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ ഉത്തരേന്ത്യയിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ 3 സംഭവങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ ഈ കേസന്വേഷണം നടക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്ന് ചേരുന്ന യോഗത്തിൽ, നിർണായകമായ യോഗത്തിൽ ആഭ്യന്തര മന്ത്രി ഇക്കാര്യത്തിൽ പോലീസിന് കർശന നിർദ്ദേശം നൽകും. എല്ലാ അതിർത്തികളിലും, അതായത് കേരളത്തിലെ ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ പരിശോധന ശക്തമാക്കാനും ഏതെങ്കിലും പരിചയമില്ലാത്ത ആളുകളെ ഇത്തരത്തിൽ സ്ഥലങ്ങളിൽ എത്തിയാൽ അത് പോലീസിനെ വിവരം അറിയിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീജ KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കയുള്ള വാർത്തയാണ്. കർണാടക കേരള അതിർത്തിയിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് ഇന്ന് സുപ്രീം കോടതിയിലെത്തുകയാണ്. പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, അസാധാരണമായൊരു നടപടിയാണിത്. സാധാരണഗതിയിൽ ഈ ശിക്ഷാവിധിയിൽ തൃപ്തരല്ലാത്ത കുടുംബം കോടതിയെ സമീപിക്കുന്നത് നമുക്കറിയാം. പക്ഷേ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുന്നുണ്ട്. മമതാ ബാനർജി തന്നെ പൊതു റാലിയിൽ പറയുന്നു ഈ ശിക്ഷയല്ലായിരുന്നു വേണ്ടിയിരുന്നത്, വധശിക്ഷ കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ സ്വമേധയാ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിൽ തൊട്ടു പിന്നാലെയാണ് സുപ്രീം കോടതി സ്വമേധയായി കേസ് എടുത്തിരുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കോടതി മുമ്പാകെ ഒരു അപേക്ഷ നേരത്തെ തന്നെ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് അവർ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഒരു പുതിയ അന്വേഷണം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ആ ആവശ്യത്തിൽ കോടതി ഇന്ന് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നിർണായകമായ കാര്യം. കാരണം ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, സഞ്ജയ് റോയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു CBIയുടെ അന്വേഷണം. മറ്റ് ആളുകൾക്ക് പങ്കുണ്ടെന്ന തരത്തിലേക്ക് ഒരു അന്വേഷണം CBI നടത്തിയില്ല. മാത്രവുമല്ല, ചില പ്രധാനപ്പെട്ട തെളിവുകളൊന്നും തന്നെ CBI പരിശോധിച്ചില്ല എന്നാണ് കുടുംബം ഈ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും വിചാരണ കോടതി കഴിഞ്ഞ ദിവസമാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകാതിരിക്കുകയും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തത്. അതിൽ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇന്ന് സ്വമേധയാ എടുത്ത ഹർജി പരിഗണിക്കുമ്പോൾ, കുടുംബത്തിന്റെ അപേക്ഷ വരുമ്പോൾ എന്ത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കും, എന്ത് പറയും എന്നുള്ളത് നിർണായകമാണ്. ഇതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ വിഷയത്തിന് ഹർജി പരിഗണിക്കുക. അടുത്ത മാസം 5-ന് ഈ കേസ് ഹൈക്കോടതിയും പരിഗണിക്കാനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി മറ്റ് നടപടികളിലേക്ക് ഏതായാലും കടക്കുക. ഏതായാലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ബംഗാൾ സർക്കാർ ഇന്നലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വധശിക്ഷ തന്നെ പ്രതി സഞ്ജയ് റോയ്ക്ക് നൽകണമെന്നാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള അപേക്ഷയിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. രാഗേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഡെസ്കിൽ നിന്ന്. തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം തുടരുന്നു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കാമുകൻ തന്നെയാണ് ആതിരയെ കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ആതിരയുടെ സ്കൂട്ടറുമായി കടന്ന ഇയാളെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി VV വിനോദ് ചേർന്നു. വിനോദ്, ദാരുണമായൊരു സംഭവമായിരുന്നു. ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ് എന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തുമ്പോൾ ഇയാളുടെ ഐഡിയോ അല്ലെങ്കിൽ മേൽവിലാസമോ അങ്ങനെ എന്തെങ്കിലും എത്തേണ്ടതുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? ഇന്നലെയാണ് തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന വീട്ടമ്മയെ കുത്തി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്ന് ഒരു നിഗമനത്തിലെത്തുമ്പോൾ ഇയാളുടെ ഐഡിയോ വിലാസമോ അങ്ങനെ എന്തെങ്കിലും പോലീസിന് കിട്ടണമല്ലോ സ്വാഭാവികമായും. അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നത്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ ആതിരയുടെ സ്കൂട്ടർ തട്ടിയെടുത്താണ് പ്രതി കടന്നു കളഞ്ഞതെന്ന് കരുതുന്നു. ഈ സ്കൂട്ടർ ഇപ്പോൾ ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തിയത്. ഈ സ്കൂട്ടർ കൊലപാതകത്തിന് ശേഷം പ്രതിയെന്ന് കരുതുന്ന ആൾ സ്കൂട്ടറിൽ ഈ ഭാഗത്തേക്ക് എത്തി എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിസരത്ത് കഠിനംകുളം പാടിക്കമുളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യ ആതിരയാണ് കൊല്ലപ്പെട്ടത്. ഇതിനടുത്ത് തന്നെ പ്രതി 2 ദിവസത്തിലധികമായി മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്ന വിവരവും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതായത്
7 മാസം മുൻപാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പരിചയമാണ്. പക്ഷെ അത്ര കണ്ട് ആക്റ്റീവായ ഒരു പേജ് അല്ല എന്നാണ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിയുടേതെന്ന് കരുതുന്ന ഒരു ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അക്കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്തണം. ആതിര അച്ചായൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇയാളുടെ യഥാർത്ഥ പേര് ആതിരയ്ക്കും അറിഞ്ഞുകൂടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ബന്ധം അറിഞ്ഞത് മുതൽ രാജീവ് ഇതിൽ നിന്ന് പിന്മാറാൻ ആതിരയോട് പറഞ്ഞിരുന്നു. എന്നാൽ തുടർച്ചയായി ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ രാജീവിന്റെ മാതാപിതാക്കൾ ഉള്ള സമയത്ത് തന്നെ വീട്ടിലേക്ക് വരികയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായും പറയുന്നു. രാജീവ് ഈ വധഭീഷണി പിന്നീട് രാജീവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരണമെന്ന ആതിരയോട് ഈ പ്രതി ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് കഴിയില്ലെന്ന് ആതിര അറിയിച്ചു. അതോടുകൂടിയാണ് വധഭീഷണിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇത് ഒരാഴ്ച മുൻപ് തന്നെ ആതിര രാജീവിനോട് പറഞ്ഞിരുന്നു. പോലീസിൽ വിവരമറിയിക്കാമെന്ന് രാജീവ് പറഞ്ഞെങ്കിലും ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തനിക്ക് അപമാനമാണെന്നും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും യുവതി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ പുറത്തു പറഞ്ഞില്ലെന്നാണ് കഴിഞ്ഞ ദിവസം രാജീവ് പോലീസിന് മൊഴി നൽകിയത്. ഏതായിരുന്നാലും ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ട്രെയിനിൽ കടന്നു കളഞ്ഞതായാണ് കരുതുന്നത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതിക്കായി അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ചിറയിൻകീഴിൽ നിന്ന് വളരെ നിർണായകമായൊരു തെളിവ് കിട്ടുന്നത്. അത് ഇയാൾ കടന്നു കളയാൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന ആതിരയുടെ സ്കൂട്ടറാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കണ്ണൂർ ന്യൂമാഹിയിൽ 2 RSS പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസിൽ ഇന്ന് വിചാരണ തുടങ്ങുകയാണ്. തലശ്ശേരി കോടതിയിലാണ് വിചാരണ. TP വധക്കേസിലെ പ്രതികളായ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയുമാണ് കേസിലെ 2ഉം 4ഉം പ്രതികൾ. പരോളിലുള്ള കൊടിസുനി കോടതിയിൽ ഹാജരാകും. കേസിൽ 16 പ്രതികളാണുള്ളത്. 2010 മെയ് 28-നാണ് വിജിത്ത്, ഷിനോജ് എന്നീ RSS പ്രവർത്തകരെ ബോംബ് എറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നത്. കണ്ണൂർ മാലൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്മയുടെയും മകന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ സുമേഷ് അമ്മ നിർമ്മലയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം. നിർമ്മലയുടെ കഴുത്തിലും മുഖത്തും ക്ഷതമേറ്റ പാടുകളുണ്ട്. സുമേഷിനെ തൂങ്ങി മരിച്ച നിലയിലും നിർമ്മലയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. പോലീസിന് നേരെ കത്തിവീശി അക്രമം നടത്തിയ കേസിലെ പ്രതികൾ പിടിയിൽ. തൃശൂർ സ്വദേശി നിതുൽ, പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. ബൈക്കിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഗൂഢാലോചനയിൽ അടക്കം പങ്കാളികളായവരെ ഉടൻ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. പാത്തുട്ടി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു സംഘത്തിന്റെ ആശയവിനിമയമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പും ശേഷവും ഈ ഗ്രൂപ്പിൽ ചർച്ചകൾ നടന്നുവെന്നാണ് വിവരം. പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയും 596 പവൻ സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന, ഭർത്താവ് ഉബൈസ്, ജിന്നുമ്മയുടെ സഹായികളായ അസ്നിഫ, ആയിഷ എന്നിവരാണ് റിമാൻഡിലുള്ളത്. കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലാണ് ഡിവൈഎസ്പി KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഗൂഢാലോചനയിലടക്കം പങ്കാളികളായവരെയാണ് പ്രതി ചേർക്കുക. സംഘാംഗങ്ങളുടെ ഫോണുകളിൽ നിന്ന് നിരവധി ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഫോണുകളിൽ നിന്ന് പല സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഡിലീറ്റ് ചെയ്തെങ്കിലും അവയെല്ലാം വീണ്ടെടുക്കുകയായിരുന്നു. പാത്തൂട്ടി എന്ന പേരിൽ ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ജിന്നുമ്മയുടെയും സംഘത്തിന്റെയും പരസ്പരമുള്ള ആശയവിനിമയം. ഗഫൂർ ഹാജി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഉടൻ ഗൾഫിലേക്ക് കടന്ന മൗവൽ സ്വദേശി ഉബൈസാണ് പാത്തൂട്ടി വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ. 8 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ഗൾഫിലായിരുന്ന അബ്ദുൽ ഗഫൂർ ഹാജിയെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാണ് ജിന്നുമ്മ വിളിച്ചു വരുത്തുന്നത്. ഇത് സംബന്ധിച്ച ചാറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ മന്ത്രവാദം നടത്തുമ്പോൾ മന്ത്രിച്ച് നൽകുന്ന തകിടുകൾ ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ വാങ്ങിയതിന്റെ തെളിവുകളും
പോലീസ് കണ്ടെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം മൂത്തകുന്നത്ത് ദേശീയപാതയിൽ ചരക്ക് ലോറിക്ക് തീപിടിച്ചു. പൂക്കാട്ടുപടിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന അരിലോറിക്കാണ് തീപിടിച്ചത്. ആർക്കും പരിക്കില്ല. സാറേ ജോണിയാണ് ഓട്ടോറിക്ഷ വണ്ടി പോന്നിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന്. പിന്നെ ഫയറിനെ വിളിച്ചത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ദൃശ്യങ്ങളിൽ ആ തീപിടിക്കുന്നത് കണ്ടാൽ വലിയ രീതിയിൽ പേടിയുണ്ടാകും. ആർക്കും പരിക്കൊന്നുമില്ലല്ലോ? ഈ ലോറി അവിടെ നിന്ന് മാറ്റിയോ? നിലവിൽ ആ ലോറി അവിടുന്ന്, അതായത് ഗതാഗത തടസ്സമുണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ ഭയം തോന്നുന്നതാണ്. അരി കയറ്റി വന്ന ലോറിയായിരുന്നു, തീ പടരുകയായിരുന്നു. വളരെ പെട്ടെന്ന് തീ പടർന്ന് മുഴുവനായും തീ പടർന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. അതിനകത്ത് ഡ്രൈവറും ക്ലീനറും മാറി. പിറകിൽ വരികയായിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവരാണ് വാഹനത്തിന് കുറുകെ വന്നുകൊണ്ട് ലോറിയുടെ പിൻഭാഗത്ത് തീ പടരുന്നു എന്ന വിവരം തന്നെ അറിയിക്കുന്നത്. ഇത് പുക്കാട്ടുപടിയിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോകുക അരി കയറ്റി പോകുന്ന ലോറിയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നോർത്ത് പറവൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. എന്തായാലും ദേശീയപാതയിൽ തന്നെ, ദേശീയപാത 66 ദേശീയപാതയിലാണ് ഈ അപകടം, ഈ തീപിടുത്തം ഉണ്ടായത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലായിരുന്നു ഇത് ഈ രീതിയിൽ തീ പടർന്നത് എന്നതാണ്. ഇതിൽ അരി കയറ്റി പോകുന്ന ലോറിയായിരുന്നു ഇത്. ഭാഗ്യത്തിലാണ് ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറിനും ചാടി പുറത്തേക്ക് ഇറങ്ങാനും മറ്റും സാധ്യമായത്. പുറകിലുണ്ടായിരുന്ന വാഹനത്തിലുള്ള വളരെ സംയോജിതമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്തായാലും സമീപത്തും ഈ പുലർച്ചെ സമയമായതുകൊണ്ട് വലിയ വാഹനങ്ങൾ റോഡിലും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു തീവ്രത കുറഞ്ഞു. ഫയർഫോഴ്സ് വളരെ പെട്ടെന്ന് ആക്റ്റീവ് ചെയ്ത് അവിടെ എത്തുകയും തീ അണയ്ക്കുകയും എല്ലാം തന്നെ സാധിച്ചു എന്നതാണ്. ഇപ്പോൾ ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ വാഹനം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം മൂത്തകുന്നത്താണ് അരി ലോറിക്ക് തീപിടിച്ചത്. ഇനി രാവിലെയിൽ നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ചൂടേറിയ വാർത്തകളിലേക്ക് മടങ്ങി വരാം. അതുവരെ ഇത് കണ്ടോ.